മാഡം, എന്റെ അമ്മ അതാരാടെ എന്നെ മാഡം മാഡം എന്ന് വിളിക്കുന്നത്? അതാരാ? എന്നാലും ചെന്ന് നോക്കാം. മാഡം, ഓ നീയായിരുന്നു ജമീൽ. എന്താ മാഡം? എനിക്ക് ജോലി വേണം ഇവിടെ. നിനക്ക് അവിടെ ജോലിയില്ല ജമീലേ? പോ പോ. അയ്യോ, എന്നോട് എന്തിനാ അങ്ങനെ പറയുന്നത് മാഡം? നീ എന്തിനാ ജമീലേ ഞങ്ങൾ തരുന്നേക്കാൾ ഒരു 100 രൂപ ഒരു ഫാമിലി കൂട്ടി തരുമെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ പോയ ജമീലേ? അയ്യോ മാഡം, ഞാൻ അങ്ങനെ പോയിട്ടില്ല. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വയ്യെന്ന് പറഞ്ഞ് ഞാൻ അന്നാണെങ്കിൽ ആ ഇടയ്ക്ക് വന്നേയുള്ളൂ. പെട്ടെന്ന് എങ്ങനെ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നു. ശരിക്കും എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് വയ്യായിരുന്നു, അതുകൊണ്ട് അമ്മയെ നോക്കാൻ പോയതാ ഞാൻ. അല്ലാതെ മാഡം ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല മാഡം. പ്ലീസ് മാഡം, എന്നെ ജോലിക്ക് കയറ്റാവോ? സത്യം തന്നെയാണ് ജമീൽ പറയുന്നേ. അതെ മാഡം, സത്യം ഞാൻ പറയുന്നേ. അന്ന് ഇന്ന് തൊട്ട് ജോലി ചെയ്തോ? വളരെ നന്ദിയുണ്ട് മാഡം. ശരി ജമീലേ. മോളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിലാണെങ്കിലേ വീട്ടു ജോലിയൊക്കെ ചെയ്യുമെന്ന ഒരു ഉമ്മയത് ജമീല ഉമ്മ. മോളെന്തിനാ ജമീലത്തിനെ കണ്ട് പേടിച്ചേ? എനിക്ക് അറിയത്തില്ലായിരുന്നു ജമീലത്തിനെ കണ്ട് പേടിച്ചു പോയി. ഞാൻ ഓർത്തിനെ തട്ടിക്കൊണ്ട് വന്നതാണ്. അല്ല മേഡത്തെ മോള് ജമീല ഒന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിലേ ഉണ്ടായ കുഞ്ഞത്. ഇവിടെ ഇല്ലാത്ത ഒരു മോളെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അല്ല മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് ഇപ്പൊ 4 വയസ്സായി. പേരെന്താ ഇവളുടെ? അവളുടെ പേര് കൺമണി. കൺമണി, നല്ല പേര്. എന്റെ അനിയത്തിയില്ലേ, അവളുടെ മോളുണ്ട് ഒരു മോള്, അവളുടെ പേര് കൺമണി. അതേ പേര് തന്നെ, കൊള്ളാം. അത് കൊള്ളാലോ, ഒരേ പേര് തന്നെ വന്നേക്കുന്നു. എന്തായാലും കൺമണി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേര്, ഏറ്റവും ഇഷ്ടമുള്ള പേര്. നല്ല രസം കൺമണി അല്ലേ? ശരിയാ, മക്കള് കണ്ടെത്തിയ പേര് ഇവൾക്ക് കൺമണിന്ന്. മക്കളുടെ എന്തായാലും നല്ല സെലക്ഷൻ. അന്ന് ശരി ജമീല, നീ ഇവിടെ ജോലി ചെയ്തോ? ശരി മാഡം. മോളെ ഇത് ജമീലത്താണ്, ഇതിനെ കാണാൻ പേടിക്കല്ലേ? ശരി അമ്മേ. വാ മോളെ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. കുറച്ച് വേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് കളയാം. ഈ പാത്രത്തിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അത് വേസ്റ്റാ. വേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് ചോറല്ലേ ഉള്ളു. അത് അങ്ങോട്ട് തന്നെ കൊണ്ട് കളയാം. എന്താ എന്തൊരു ഇരുട്ടാത്, പേടി വരുന്നു. വല്ല പിശാചി വല്ലതും കാണാവോ? പിശാചൊന്നും കാണത്തില്ല. വേസ്റ്റ് പെട്ടെന്ന് കളഞ്ഞിട്ട് പോവാൻ നോക്കാം ഞാൻ. വേസ്റ്റ് കളഞ്ഞ് ഇനി ഏതൊരു പൂച്ച വന്ന് തിന്നോളൂ ഇത്. ഇനി ഞാൻ എന്തായാലും പെട്ടെന്ന് ആത്തു കയറിപ്പോട്ടെ. എന്റെ പേടി വരുന്ന എന്തൊരു ഇരുട്ട്. എന്റെ കാത്തോണേ അല്ല. അയ്യേ, എന്റെ മുഖത്തോട്ട് എന്തോ തീർച്ചേ. അയ്യേ, ഞാനിപ്പോ കളഞ്ഞ വേസ്റ്റ് ചോറില്ല. അയ്യേ, എന്റെ മുഖത്തിരിക്കുന്നു. ഇതെങ്ങനെ എന്റെ മുഖത്ത് വന്ന്? എടുത്ത് കളയട്ടെ. എന്റെ ഇതെങ്ങനെ എന്റെ മുഖത്ത് തെറിച്ചാവും? ഇതെങ്ങനെ തെറിച്ച്? ഇനി ഇവിടെ പൂച്ചകളും തെറിപ്പിച്ചാണോ? ഇവിടെ പൂച്ചയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ മുഖത്തോട്ട് എങ്ങനെ തെറിച്ചത്? എന്റെ പെട്ടെന്ന് തീർപ്പോട്ടെ. എന്റെ അകത്തൊന്ന് കയറിയപ്പോഴൊരു സമാധാനമായേ. എന്നാലും ഞാൻ താഴെ ഇട്ടിട്ട് വന്ന് ചോറ് എങ്ങനെ എന്റെ മുഖത്തോട്ട് തീർച്ചയാവോ? എന്റെ ഉമ്മ, എന്റെ മുഖത്തോട്ട് ചോറെടുത്തെറിഞ്ഞാല് പിശാചില്ല ആയിരിക്കും എന്റെ ഉമ്മ. ജമീലെ, എന്താ മാഡം? അല്ല, എന്ത് പറ്റി ജമീലെ, നീ പേടിച്ചിരിക്കുന്നേ? മാഡം ഇവിടെ വേസ്റ്റ് ആയിട്ടിരുന്ന ചോറാണ് മുറ്റത്തോട്ട് കൊണ്ട് കളഞ്ഞിട്ട് വരുമായിരുന്നു. ഞാനാണ് തിരിച്ചു വരാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ മുഖത്തോട്ടാണെങ്കിൽ ചോറ് വന്ന് വീണ്. മുഖത്ത് ചോറ് വന്ന് വീണെന്ന് എവിടുന്ന്? അത് ഞാൻ ഇട്ടെടുത്തു എന്റെ മുഖത്ത് ചോറ് വന്ന് വീണ്. അതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല മാഡം. അതങ്ങനെ അല്ല, പൂച്ചയോ കാക്കയോ പറ്റുമായിരിക്കുമല്ലോ അത്. അല്ല മാഡം, അവിടെ പൂച്ചയോ കാക്കേനെ ഒന്നും ഞാൻ കണ്ടില്ല അവിടെ. മാഡം വല്ല പിശാച് വല്ല ആയിരിക്കോ? പിശാചൊന്നും ആയിരിക്കത്തില്ല ജമീലെ. എന്തായാലും മാഡം എനിക്ക് പേടിയായിരുന്നു മാഡം. ജമീൽ എന്തായാലും ഒരു കാര്യം ചെയ്യണേ, രാത്രി മുറ്റത്തോട്ടേ ഇറങ്ങണ്ട. ശരി മാഡം. എന്നാ ജമീൽ നീനും പോയി കിടന്നുറങ്ങിക്കോ. ശരി മാഡം, ഞാൻ എവിടെ കിടക്കണ്ടേ? മക്കളുടെ എല്ലാവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ. ശരി മാഡം. എന്തായാലും ജമീലയുടെ മുഖത്ത് എങ്ങനെയായിരിക്കും ചോറ് വന്ന് വീണേ? എന്തായാലും ആട്ടെ, നാളെ നോക്കാം. ജമീൽ അടുക്കള ചെന്ന് ജോലി ചെയ്യായിരിക്കും, നോക്കാം. ജമീൽ നീ ജോലി തുടങ്ങിയ രാവിലെ? രാവിലെ തുടങ്ങിയ മാഡം. എന്താ ഉണ്ടാക്കട്ടെ രാവിലെ? ദോശ സാമ്പാറും ഉണ്ടാക്കിയത്. ശരി മാഡം. പിള്ളേർ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. മതി കിടന്ന് ഉറങ്ങിയത് 10 മണിയായി. എഴുന്നേക്ക്. ചേട്ടൻ എന്തിനാ ഉറക്കതെല്ലാം കൂടെ? കിടക്കുന്നേ ജമീലല്ലേ? ജമീല എഴുന്നേറ്റേ. അയ്യോ സോറി മാഡം, ഞാനാണ് പെട്ടെന്ന് എഴുന്നേറ്റ് ചുമ്മാ ഒന്ന് കിടന്നപ്പോ ഞാനങ്ങ് ഉറങ്ങിപ്പോയി മാഡം. സോറി മാഡം. അല്ല, അപ്പൊ അടുക്കള ഒരു ജമീലുണ്ടല്ലോ. അടുക്കള ജമീലേ? അതേത്? അപ്പൊ അടുക്കള നിൽക്കുന്ന ആരാ? അല്ല ജമീല, നീ അടുക്കളയായിട്ട് വന്നായിരുന്നോ? ഇല്ല മാഡം, ഞാൻ ഇന്നലെയല്ലേ ലാസ്റ്റ് ആയിട്ട് അടുക്കള കയറിയേ. ഞാനിപ്പോ അടുക്കള നിന്നപ്പോ ജമീല ഉറപ്പുണ്ടായിരുന്നല്ലോ. എന്താ ജമീല കളിക്കുന്ന കള്ളം പറയുന്നേ? എന്റെ പൊന്നു മാഡം, ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഞാൻ ഇതുവരെ അങ്ങോട്ട് അടുക്കളയോട്ട് വന്ന പോലും ഇല്ല മാഡം. അപ്പൊ അടുക്കളയിൽ ആരാ? ബാക്കി പെട്ടെന്ന് നോക്കാം, വാ.
ജമീല എന്തി? ജമീല നീ ആരാ? അയ്യോ മാഡം ഞാൻ ജമീല തന്നെയാ. അല്ല മാഡം അല്ലേ പറഞ്ഞേ എന്നെ പോലത്തെ ഒരാൾ ഇവിടെ ഇപ്പുണ്ടായിരുന്നത്? എന്തി ആ മുമ്പ് വരെ ഞാൻ കണ്ടായിരുന്ന ആളെ. ചിലപ്പോ മാഡത്തിന് തോന്നുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നല്ല ജമീലെ. ഇവിടെ നിൽക്കുന്ന ആ ജമീലോട് ഞാൻ ദോശ സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞതാ. പറഞ്ഞോ? എന്നിട്ടാണ് ഈ അടുക്കളയിൽ നിന്ന് ജമീലാണെങ്കിൽ ദോശ സാമ്പാർ ഉണ്ടാക്കാൻ പോവായിരുന്നു കണ്ടേ. എന്റെ ആളോ എന്നെ പോലെ ഇരിക്കുന്ന ആരാണത്? എനിക്കറിയത്തില്ല ജമീലെ. ജമീലെ നീ ഏതിലും പ്രേതത്തിനെ വിളിച്ചോണ്ട് വന്നോ ഇങ്ങോട്ട്? ഇല്ല ഞാൻ എന്തിനാ മാഡം ഇങ്ങോട്ട് പ്രേതത്തിനെ വിളിച്ചോണ്ട് വരുന്നേ? നീ എന്തായാലും ജോലി സ്റ്റാർട്ട് ചെയ്ത് ജമീലെ. ശരി മാഡം. എന്റെ അള്ള എന്നെ പോലെ ഇരിക്കുന്ന ആരാണത്? എന്റെ അള്ള അപ്പൊ എന്നെ ഇന്നലെ ചോറെടുത്ത് പറഞ്ഞത് എന്നെ പോലെ ഇരിക്കുന്ന ഏതോ ഒരു പിശാചാൻ തോന്നുന്നല്ലോ എന്റെ അള്ള. പെട്ടെന്ന് അടുക്കളയിൽ ജോലിയൊക്കെ തീർന്നിട്ട് ആ മക്കളോട് പോയിരിക്കാം. കൊച്ചുങ്ങളെ എല്ലാം കൂടെ എഴുന്നേക്ക്. നട്ടിച്ചേ എല്ലാം കൂടെ കിടന്ന് ഉറങ്ങി എഴുന്നേക്ക് കൊച്ചുങ്ങളെ. എന്താ അമ്മ ഞങ്ങളെ വിളിച്ച്? ഞങ്ങൾ കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ. മതി ഇറങ്ങിയെന്ന്. മണി 10 എല്ലാം കഴിക്കണം നിങ്ങൾക്ക്. ഞങ്ങൾക്ക് വിശക്കുന്നൊന്നുമില്ല. അന്ന് എത്ര നേരം കിടന്ന് ഉറങ്ങണ്ടേ? ഇങ്ങോട്ട് വാ എല്ലാം കൂടെ. മുഖം കഴി പല്ല് കേൾക്കെല്ലാം കൂടെ. മോനെ കണ്ണ നീ എവിടെ നിന്ന് വരുവാ? ജമീലത്തിന് ഞാൻ മുറ്റത്തുനിന്ന് പല്ല് വെച്ചിട്ട് വരുവാ. ശരി മോനെ. അല്ലേ ബാക്കിയുള്ളവരൊക്കെ എന്തി? അവർ രണ്ടുപേരും മുറ്റത്ത് പല്ല് വെക്കുക. എന്താ ഇത് തട്ടിച്ചിട്ടല്ലേ ഗുഡ് മോർണിംഗ് പറയുന്നേ? പറഞ്ഞാൽ നട്ടിച്ചായല്ലോ. പൊക്കോ പൊക്കോ. ഈ കുട്ടികളുടെ ഒരു കാര്യം. ജമീലെ എന്താ മാഡം? ഈ മാഡത്തിനൊന്നും കാണുന്നില്ലല്ലോ. ആരാ അപ്പൊ എന്റെ പേര് വിളിച്ചേ? ജമീലിനെ ഇപ്പൊ ആരോ വിളിച്ചല്ലോ. ആളെ കാണുന്നില്ലല്ലോ. മാഡം മാഡം. എന്താ ജമീലെ? മാഡം മാഡം എന്റെ പേര് ഇപ്പൊ വിളിച്ചായിരുന്നോ മാഡം? ഇല്ല ജമീലെ ഞാൻ വിളിച്ചില്ല. മാഡം എന്റെ പേരാണ് ആരാ ഇവിടെ നിന്ന് വിളിച്ച്? അതാരും ജമീലയുടെ പേര് വിളിച്ചേ. ഞാൻ ഓർത്ത് മാഡം എന്ന് എന്റെ പേര് വിളിച്ചത്. തിരിഞ്ഞു നോക്കിയിട്ട് ആരും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ മാഡം എന്ന് ഓർത്തിട്ട് മാഡത്തിനെ വിളിച്ചത്. അതിന് മാഡം പൊക്കോ. ശരി ജമീലെ. എന്റെ അള്ള ആരാടാ എന്റെ പേര് വിളിച്ചപ്പം? എന്റെ അള്ള എന്നെ കാത്തോളി. ജമീല ജമീല കണ്ടോ വന്നേ? വരാ മാഡം. ഈ വീട്ടിൽ ആരില്ലെന്ന് തോന്നുന്നല്ലോ. എടാ താൻ ആരാടോ? ഞാൻ മിക്സി സാധനങ്ങളൊക്കെ ഇപ്പൊ വന്നതാ. ഇവിടെ മിക്സി സാധനമൊന്നും വേണ്ട. പോടോ പോടോ. എന്താ മേഡം അങ്ങനെ പറഞ്ഞു? ഒരു മിക്സി നിങ്ങൾ വാങ്ങിക്കേ. തന്നോട് പോകാനാ പറഞ്ഞു. ഇവിടെ കുറെ മിക്സി ഇരിപ്പുണ്ട്. തന്നെ മിക്സിയോട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പോ. താളെ അവിടെ മോഷ്ടിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ലല്ലോ. കള്ള പോയി രക്ഷപ്പെട്ടു. നല്ല മിക്സി ആണല്ലോ. ഈ മിക്സി കൊണ്ട് കൊടുത്തൊരു 10,000 രൂപയെങ്കിലും എനിക്ക് കിട്ടും. അയ്യോ മേഡം നിങ്ങളുടെ മിക്സിക്ക് സ്പീഡ് ഉണ്ടോ നോക്കിയതാ. ഞാനവിടെ മോഷ്ടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. എന്നെ മര്യാദക്ക് മോഷ്ടിക്കാൻ വിട്ടണം. പിന്നെ ഇപ്പൊ നിന്നെ മോഷ്ടിക്കാൻ വിടാടാ കള്ള ഹിമാറെ. ഇറങ്ങി പോടാ വീട്ടിന്ന്. പോതല്ല അവിടെ ഇവിടുത്തെ മിക്സി സാധനം കൊണ്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാടാ കള്ള. അയ്യോ നാട്ടുകാർ ഓടി വരണേ. അയ്യോ നാട്ടുകാരെ മാത്രം വിളിക്കില്ലേ പ്ലീസ്. ഇപ്പൊ നിനക്ക് പേടിയായല്ലേ? മുമ്പ് ഈ പേടി ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി ഇത്ര പേടി? ഇറങ്ങി പോകാനാണ് നിന്നോട് പറഞ്ഞേ. അയ്യോ ഞാൻ പൊക്കോളെ തള്ളേ. എന്താണ് നീ എന്നെ വിളിച്ച് തള്ളേന്നോ? തള്ളേന്ന്. എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പേ ഉള്ളു. എന്റെ അമ്മ എന്നെ തലക്കാരാ അടിച്ചത്. എടാ കള്ള എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കും? അയ്യോ ഓടിക്കോ, ഈ വീട്ടിൽ പ്രേതമുണ്ടേ. അയ്യോ എന്തായാലും കള്ളന്റെ തലക്ക് എവിടുന്നായിരിക്കും അടി കിട്ടിയേ? എനിക്ക് തോന്നുന്നു ഈ കള്ളനെ അടിച്ചതാല് പിശാച് വല്ലതും ആയിരിക്കും. എന്റെ പൊന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും ആ പിശാച്. അതേന്ന് ജമീല് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ. അയ്യോ നിങ്ങൾ ആരാ? പേടിക്കണ്ട ജമീല്, നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഞങ്ങള് നിങ്ങൾ ഒരാളല്ലേ ഉള്ളു. നമ്മുടെ ഭാഷയത്. എന്തല്ലോട്ട് നിങ്ങൾ ആരാ? പ്രേതമാണോ? അല്ല ഞാൻ പ്രേതമൊന്നും അല്ല. അല്ല നിങ്ങളെ കണ്ട് എന്നെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങളെ പോലത്തെ രൂപം എടുത്തു. ഞാൻ എന്റെ ശരിക്കുള്ള രൂപം കാണിച്ചു തരാം. ഞാൻ ഇത് എന്റെ ശരിക്കുള്ള രൂപം. അയ്യോ പിശാച്. ഞാൻ പിശാചല്ലേ ജിന്ന. അയ്യോ ജിന്ന എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് ഉമ്മമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജമീല ഒരു ഉമ്മയല്ല, അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ അടുത്ത് വന്നത് ചുമ്മാതെ. എന്നെ ഒന്നും ചെയ്യല്ലടാ. ഞാനൊന്നും ചെയ്യത്തില്ല. ജമീല ഉമ്മയോട് ഇഷ്ടപ്പെട്ടോണ്ട് വന്നതാ. അപ്പൊ എന്റെ മുഖത്തോട്ട് ഇന്നലെ ചോറെടുത്ത് എറിഞ്ഞ ആരാടാ? അത് ഞാൻ തന്നെയാ. പിന്നെ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതറിയാതെ എടുത്തു എറിഞ്ഞത് ഞാൻ. അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാതെ ഈ വഴി കൂടെ ഒക്കെ പറഞ്ഞു പോകുമ്പോ ജമീല ഉമ്മയെ കണ്ട, അതുകൊണ്ട് ചുമ്മാതെ അടുത്ത് വന്നത്. എന്നാ ഞാൻ പോവാണ് ചേട്ടാ. എന്റെ പൊന്നെ പേടിച്ചു പോയി. ജമീലിത്ത. എന്താ മോനെ? ജമീലിത്ത എനിക്ക് വിശക്കുന്നു. മോനോടൊപ്പം ഇരുന്ന് ഇത്ത കഴിക്കാൻ വിളമ്പി തരാം. ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചിരുത്തിക്കോണേ. അവർക്കാർക്ക് വിശക്കുന്നില്ല. എനിക്ക് പക്ഷെ ഇപ്പൊ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ജമീലിത്ത എനിക്ക് തന്നാ മതി ഇപ്പം. ശരി മോനെ, മോനോടൊപ്പം ഇരിക്കേ. ഇത്ത ആണെങ്കിൽ വിളമ്പി തരാവേ. ശരി ജമീലിത്ത. എന്തൊരു സ്നേഹമാണ് മോനെ അത്. ഈ മക്കളെല്ലാരും ഉള്ളതുകൊണ്ട് എനിക്ക് കളിയായിട്ട് തോന്നുന്നേ ഈ ജോലി. അല്ല ചോറ് അപ്പുറത്തല്ലേ ഇരിക്കുന്നേ, അവിടെ പോയി എടുത്ത് വിളമ്പി കൊടുക്കാം. അപ്പുറത്ത് വിളമ്പിക്കാറ് ചെന്ന് നോക്കാം.